ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് വരുന്ന ഒരു വില്ലയാണ്. ഏകദേശം 35ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട് ആണിത്. ഗേറ്റഡ് വില്ലയാണ്. നമുക്ക് അതിനകത്ത് 30ഓളം വില്ലകളിൽ ആളുകൾ താമസമായതാണ്. അതിനകത്തുള്ള ഒരു വില്ലയാണെന്ന് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെയിലിന് റെഡി ആയിട്ട് നിൽക്കുന്നത്. ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയില് കളമശ്ശേരിക്കും ആലുവയ്ക്കും ഇടയ്ക്കായിട്ടാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന ബസ് റൂട്ടിലാണ് ഈ കാണുന്ന ഗേറ്റഡ് വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വില്ലകളുടെ മെയിൻ ഗേറ്റിന്റെ ഫ്രണ്ടിലൂടെയാണ് കളമശ്ശേരി ആലുവ ബസ് റൂട്ട് കടന്നു പോകുന്നത്. ഈ ഒരു വില്ല പ്രൊജക്ടിന് മിഡിലൂടെ കടന്നു പോകുന്ന റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വില്ല പ്രൊജക്ടിനകത്തൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നല്ല വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ് കടന്നു പോകുന്നത്. വീടിന്റെ എലിവേഷൻ കണ്ടതാണ്. ഒന്നുകൂടെ കാണുമ്പോഴേക്ക് നമുക്കൊന്ന് ഇവിടെ നിന്നുള്ള ഓരോ സ്ഥലങ്ങളിലേക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 11 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്കും 11 കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് എയർപോർട്ടിലേക്ക് എളുപ്പത്തിൽ എത്താവുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ എമർജൻസി നോക്കണമെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് മെട്രോ ഫെസിലിറ്റി വേണമെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ്. 4 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടം മെട്രോ യാർഡിലേക്ക് എത്താം. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കും 4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നല്ല ഒരു വില്ല പ്രൊജക്ട് ആണ്. നല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നല്ല ആളുകൾ താമസിക്കുന്ന, ഇതുപോലെ ഗ്രൂപ്പായിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടായ ഒരു വില്ലയാണ്. മതിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഒരു സൈഡ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് വന്നിട്ട് മിഡിൽ പോർഷനിലാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള മോഡലും അട്രാക്റ്റീവായ ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മതിൽ വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് നേരെ കടന്നു വരുന്നത് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാർ പോർച്ചാണ് യൂസ് ചെയ്യാവുന്നത്. രണ്ടാമത്തെ കാർ നോക്കുവാണെങ്കിൽ ഗേറ്റ് കടന്നു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പോർച്ച് വരുന്നത്. ഒന്നാമത്തെ കാർ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കാർ പോർച്ചിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 17 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കാർ പോർച്ചിന് കിട്ടുന്നത്. 17 ഫീറ്റ് ലെങ്ത്തും 9 ഫീറ്റ് വിട്ടുമാണ് ഈ ഒരു കാർ പോർച്ചിനുള്ളത്. നേരെ കടന്നു വരുന്ന സമയത്ത് കാർ പോർച്ചിന്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് കാണാം. കിണർ വരുന്നത് നമ്മളുടെ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതുവഴി നമുക്ക് നേരെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് പോയി നോക്കാം. കാർ പോർച്ച് പോകുന്ന വഴിക്ക് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് മുകൾ ഭാഗത്തൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ പില്ലർ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ക്ലാഡിംഗ് സ്റ്റോൺസിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കിണർ കണ്ടു, കാർ പോർച്ച് കണ്ടു. അതിന്റെ സൈഡിലൂടെ നമ്മൾ നേരെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് മെറ്റൽ ഷിപ്പുകളാണ് അവിടെ എല്ലാം വിരിച്ചിരിക്കുന്നത്. നടന്നു പോകാനായിട്ട് ഫുഡ് സ്റ്റെപ്പ് വെക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഭംഗിയായിട്ടുള്ള വലിയ സ്ക്വയർ പീസ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് വീടിന്റെ സൈഡിലൂടെയും ബാക്കിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്തും ഇവിടെ എല്ലാം തന്നെ നല്ല വൈഡ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. സേഫ് ആയിട്ടും നീറ്റ് ആയിട്ടും നല്ല ഭംഗിയായിട്ടും മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് വഴി നമ്മൾ നേരെ വീടിന്റെ ഫ്രണ്ടിലേക്കാണ് കടന്നു പോകുന്നത്. അവിടെ വരുമ്പോൾ നമുക്ക് ഫുഡ് സ്റ്റെപ്പുകൾ വെക്കാനായിട്ട് ഇതുപോലുള്ള ഓരോ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരെ നമുക്ക് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്ന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ട് വന്നിട്ട് നല്ല ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു സിറ്റ് ഔട്ട് തന്നെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. മരത്തിന്റെ വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ കാണുന്ന വീടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണ്ടേ? 4 100 സെന്റ് സ്ഥലത്താണ് വീട് ചെയ്തിരിക്കുന്നത്. 1780 സ്ക്വയർ ഫീറ്റിൽ
4 ബെഡ്റൂമോട് കൂടിയിട്ട് നല്ലൊരു ബഡ്ജറ്റിലാണ് ഈ വീട് വരുന്നത്. മെയിൻ റോഡിന് വളരെ അടുത്ത്, ബസ് റൂട്ടിനടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. മെയിൻ ഡോർ തുറന്ന് നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. നമുക്ക് വിൻഡോസ് തന്നെ ആദ്യം നോക്കാം. മെയിൻ ഡോറിനടുത്തായിട്ട് ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ നീളത്തിലുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ ചെറിയൊരു ഡിസൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വർക്കുകൾ, ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വരുമ്പോൾ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് വർക്കുകളെല്ലാം തന്നെ വരുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളുണ്ട്. ഓപ്പൺ ഷെൽഫിന്റെ ഭാഗങ്ങളിലൊക്കെ ചെറിയ LED ബൾബുകളും കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ ബെഡ്റൂമിലേക്കും ഡൈനിങ് സ്പേസിലേക്കൊക്കെയാണ് പോകേണ്ടത്. പോകേണ്ട വഴിക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡ് കൊണ്ടാണ് ഒരു നല്ല പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ്സ് വെക്കാനും നല്ല ഭംഗിയുള്ള ഷോക്കീസ് ഐറ്റംസ് വെക്കാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ഡൈനിങ് വരുന്നത്. അവിടെ നമുക്ക് ബെഡ്റൂംസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മിഡിൽ പോർഷനിലായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. വാഷ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജാഗ്വാറിന്റെ വലിയൊരു വാഷ് ബേസിൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് അത് ഇരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനുകളുണ്ട്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ട് മിററാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിൽ കാണാം സ്റ്റെപ്പുകളൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. സൈഡുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഓപ്പണിംഗ് കാണാം. പെർഗോള മോഡൽ കൊടുത്തിട്ട് ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കാണുന്ന റൂഫിൽ ചെറിയ ഡിസൈനുകൾ കാണുന്നുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. സ്റ്റെയർ കേസിന്റെ നേരെ താഴെയുള്ള ഭാഗം കണ്ടിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. താഴെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിരിക്കുന്നത് കാണാം. നല്ലൊരു ക്രോക്കറി ഷെൽഫ് ഫെസിലിറ്റി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന് താഴെ വരുന്ന ഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻവെർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് കിട്ടുന്നത്. നമുക്കിവിടെ ടോട്ടൽ 4 ബെഡ്റൂമുകൾ ഉള്ളതിൽ 2 എണ്ണം താഴെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേണിലാണ് ഡോറുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോകളുടെയും പുറത്ത് ഇതുപോലെ തന്നെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ്. ചെറിയൊരു ഔട്ട്ലൈൻ ബോർഡർ മാത്രം കൊടുത്തിട്ട് അതിനകത്ത് LED ബൾബുകളാണ് ഇട്ടിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കാണാം. ആ ഒരു വുഡൻ കളറും വൈറ്റ് കളറും കൂടി ചേർന്ന കോമ്പിനേഷനിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ഏരിയയിലേക്ക് മാറിയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ. വലിയൊരു മിറർ വരുന്നുണ്ട്. താഴേക്ക് നോക്കുവാണെങ്കിൽ ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളിന്റെ സൈഡ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫ്ലോറുകളെല്ലാം വന്നിട്ട് നല്ല വുഡൻ ഡിസൈൻ ഉള്ള ടൈലാണ്. വോളുകളൊക്കെ വന്നിട്ട് യെല്ലോ ഷെയ്ഡിലുള്ള ഗ്ലോസി ടൈപ്പ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജെറയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇവിടെ താഴത്ത് തന്നെ മറ്റൊരു ബെഡ്റൂമും കൂടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ട ഒരു ബെഡ്റൂം നല്ല വലിയ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 9-9 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസും മറ്റുള്ള വലിയ 3 വിൻഡോസ് വന്നിട്ട് ഈ ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും പുറമെ നോക്കുമ്പോൾ വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് സെയിം കളർ കോമ്പിനേഷനും അതേ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. നോക്കുവാണെങ്കിൽ വലിയൊരു മിറർ കാണാം. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബാത്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫ്ലോർ ടൈല് നോക്കുവാണെങ്കിലും ഗ്രേ കളറും വോളിലൊക്കെ വന്നിട്ട് വൈറ്റ് ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, റെഡ് വരുന്നത്, എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് കളറുകൾ വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നേരെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്.
ഒരു 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് ഈ ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. വിൻഡോ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് വലിയ 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കുറച്ച് ഭാഗത്തേക്ക് പ്രൊജക്ഷൻ വന്നിട്ട് മിഡിൽ പോർഷനിലായിട്ട് വലിയൊരു LED സ്ട്രിപ്പും അതുകൂടാതെ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് സ്പേസിൽ നിന്ന് വരുമ്പോൾ ഡൈനിങ് സ്പേസിന് മിഡിലായിട്ട് ഒരു പാർട്ടീഷൻ കണ്ടിരുന്നതാണ്. ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതിന് താഴെ നോക്കുവാണെങ്കിൽ ഇവിടെയും ധാരാളം കബോർഡ് ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നോക്കിക്കോളൂ, നിറയെ വർക്കുകൾ വരുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് കാണുന്ന വൈറ്റ് പോർഷനിലൊക്കെ കുഞ്ഞ് LED ബൾബുകളും താഴെയൊക്കെ LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം വന്നിട്ട് കൗണ്ടറിന്റെ ഈ ഒരു ടോപ്പ് പോർഷൻ വന്നിട്ട് വുഡൻ തന്നെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ ടൈലിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ആ ഒരു വുഡൻ കളർ പോലെ തോന്നിക്കുന്ന ആ ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്ന കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. ആ ടോപ്പ് പോർഷനിലുള്ള സ്ലാബ് വന്നിട്ടാണെങ്കിലും വൈറ്റ് കളർ ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഇന്നർ പോർഷനിലൊക്കെ നോക്കിയാൽ LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തൊക്കെ എയർ ഹോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ്. നമ്മളവിടെ സ്റ്റാർട്ടിങ്ങിലെ കണ്ടതാണ്, വെറുതെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വർക്ക് ഏരിയ ഒക്കെ അവിടെ ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. കടന്നു വന്ന വഴികൾ തുടങ്ങി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു വലിയ ഹാളിലാണ്. അതിന്റെ റൂഫുകളെല്ലാം തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങി നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വീട്ടിലെ ലൈറ്റിന്റെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ വന്ന് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കടന്നത് ഓപ്പണിങ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ വലിയൊരു ഹാള് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് കയറി വന്ന ഉടനെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ നല്ല ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. താഴെയൊക്കെ ഡ്രോ ഫെസിലിറ്റീസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു വിൻഡോസിന്റെ അടുത്തായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ വരുന്നത്. ബാൽക്കണി ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നല്ല വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ബാൽക്കണിയുടെ 2 പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് വെച്ചിട്ട് അകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് റൂഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. LED ബൾബുകളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ നിന്ന് വരുന്ന ക്ലാഡിംഗ് സ്റ്റോൺസ് ഉള്ള പില്ലറിന്റെ കണ്ടിന്യൂഷനും കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ഏരിയ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് റൈൽസ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സൈഡിലുള്ള വോൾ നോക്കിയാൽ കാണാം, നമ്മൾ താഴെ നിൽക്കുമ്പോൾ കാണുന്ന വോൾ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ തന്നെ വെയിലിന്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം യൂസ് ചെയ്യാം. കുറച്ച് കവേർഡ് ആയിട്ടുള്ള സ്പേസ് വേണമെങ്കിൽ ഈ ഒരു ഏരിയയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നത്. നേരെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം വരുന്നത്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂമാണ്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു വലിയ ബെഡ്റൂം തന്നെയാണ്. 14-10 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബാണ് മൾട്ടിവുഡിൽ ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ഡ്രോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അഡീഷണൽ ആയിട്ട് സ്പേസ് വരുന്നുണ്ട്. അവിടെ വലിയൊരു മിററും അതിന് താഴെ ഡ്രോസും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിളിനോട് അടുത്ത് തന്നെയാണ്. ടൈലുകളൊക്കെ നമ്മൾ താഴെ കണ്ട സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലെ ഒരു ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വളരെ വലിയ ബെഡ്റൂം തന്നെയാണ്.
15.9 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈലാണ് ഫ്ലോറിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. വോളിലൊക്കെ നോക്കുവാണെങ്കിലും ലൈറ്റ് യെല്ലോ കളർ ടൈലാണ്, ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു TV യൂണിറ്റിന്റെ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ലാസ്റ്റ് ആയിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത്. ഈ ഭാഗത്താണ് യൂട്ടിലിറ്റിയുടെ ഡോർ വരുന്നത്. യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരുമ്പോൾ ഫ്ലോർ നോക്കുവാണെങ്കിൽ ഒരു ബീജ് ഷെയ്ഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. റൂഫ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും അതേപോലെ വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് യൂട്ടിലിറ്റിക്കായിട്ട് കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവയ്ക്കും മിഡിലായിട്ടാണ്. കളമശ്ശേരിയിൽ നിന്നും ആലുവയ്ക്ക് പോകുന്നതിന്റെ മധ്യത്തിലായിട്ടാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിന്റെ മുമ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗേറ്റഡ് വില്ല സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടേക്ക് പോകണമെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. എല്ലാ സ്കൂളുകളും ഹോസ്പിറ്റലുകളും മെട്രോ സ്റ്റേഷൻ ആണെങ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് ആണ്. 35ഓളം വില്ലകളിൽ ആളുകൾ താമസമായതാണ്. ഇത് മറ്റൊരു വില്ലയാണ് സെയിലിന് റെഡി ആയിട്ട് നിൽക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് 100 ലിങ്സിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4.100 സെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1780 സ്ക്വയർ ഫീറ്റ് ആണ്. 1780 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂമുകളാണുള്ളത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 ബാത്റൂമുകളിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള ഈ ഒരു വീട്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഒരുപാട് നൈബേഴ്സിനെ കിട്ടുന്ന നല്ലൊരു ഏരിയയും കൂടെയാണ്. ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്നവർക്കും പാരന്റ്സ് മാത്രമുള്ളവർക്കൊക്കെ എന്തുകൊണ്ടും കംഫർട്ടായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ കിട്ടും. ടാക്സി ആണെന്നുണ്ടെങ്കിലും ഫുഡ് വരുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഡെലിവറി എല്ലാം തന്നെ കിട്ടുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 75 ലക്ഷം രൂപയാണ്. 75 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതാണ്. ലോൺ വ്യവസ്ഥയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളെ തന്നെ സമീപിക്കുക. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ സ്ക്രീനിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഈ വില്ല മാത്രമല്ല മറ്റുള്ള നിങ്ങളുടെ ഏത് ബഡ്ജറ്റുള്ള വില്ലകളാണെങ്കിലും എടുത്തു തരാനായിട്ട് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.